അപ്പൊ നല്ല കുട്ടികളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇതാ പിടിച്ചു വെച്ചിരിക്കുന്നു. ഇതിപ്പോ എങ്ങനെ നോക്കിയെന്ന് വെച്ചാല് സാധാ പൊതുവെ പുതിയ ആൾക്കാരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പൊ വളർത്തുകാര് കുറച്ച് വളർത്തി എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അവർ അതിന്റെ ഇടനീളം എടുത്തു വെച്ചിട്ടുണ്ടോ, പിന്നെ വാലിന്റെ നീളം, പിന്നെ ഈ മേൽഭാഗം ശരീരത്തിന്റെ നീളം നോക്കും. പിന്നെ അതേപോലെ പിന്നങ്കാലം നല്ല പൊക്കം ഉണ്ടോ എന്നുള്ളത് നോക്കും. കാലുകൾ തമ്മിൽ ഇടിക്കുന്നുണ്ടോ എന്ന് നോക്കും. പിന്നെ മെയിൻ നമ്മുടെ പൊതുവെ കേരളക്കാർക്ക് ഒരു ധാരണയുണ്ട് ചെറിയ കൊമ്പ് എന്നുള്ളത്. അപ്പൊ അതും നോക്കിയാൽ അതും ലക്ഷണമാണ്. പിന്നെ അവരുടെ മേനി പിന്നെ നമ്മുടെ ഇവിടെ വെച്ചാല് ഫസ്റ്റ് നമ്മൾ ലോഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിൽ എണ്ണം കുറവാണ്. 10-20 എണ്ണമൊക്കെ ഉള്ളൂ. നമുക്ക് ഏകദേശം ഒരു 43 ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. നമുക്ക് മുമ്പേ ബുക്കിംഗ് ഉണ്ടാവും. കാരണം നമ്മൾ വളർത്തിയ അനുഭവം ഉള്ളതുകൊണ്ട് നമ്മുടെ ഏരിയ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത്യാവശ്യം വളർത്തുന്ന ഏരിയയാണ്. പിന്നെ നമ്മുടെ ഈ ലൊക്കാലിറ്റി എന്ന് വെച്ചാൽ കൂടുതലും പശുക്കൾ പൊതുവെ നമുക്ക് ഇവിടുന്ന് പോകുന്നതാണ്. അപ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മുടെ ഫാമിലുള്ളതെന്ന് വെച്ചാൽ എല്ലാം വളർത്തുകുട്ടികൾ. ഇനിയിപ്പോൾ വരുന്ന പെരുന്നാളിന് നമുക്ക് കൊടുക്കാൻ പാകത്തിനുള്ള വളർത്തുകാർക്കുള്ള അവർക്കുള്ള കുട്ടികളാണ്. അപ്പം അങ്ങനെ ലക്ഷണം നോക്കിയിട്ട് എടുക്കുന്നവർക്ക് ഉണ്ട്. അപ്പം നമ്മളെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഉള്ളതൊക്കെ ഒരു മേനുവലയാണ്. ഇപ്പം നമ്മുടെ അടുത്ത് എണ്ണം കുറവാണ്, 10-20 എണ്ണം ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ലോഡ് നമുക്ക് ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ ഒരു 3 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും വരും, അടുത്ത ലോഡ് വരും.